2015 പെട്ടെന്ന് നോക്കിയാൽ എനിക്ക് കുറച്ച് അസൗകര്യങ്ങൾ വന്നു. എന്തുവാന്ന് നോക്കിയപ്പോൾ ക്യാൻസർ ആയിരുന്നു. എന്റെ പേര് സെൽവി മാത്യു. നാട്ടിൽ നിന്ന് വന്നവരാണ്. കൊല്ലമാണ് ഞങ്ങളുടെ നാട്. അവിടുന്ന് പപ്പയും മമ്മിയും പപ്പ ഇലക്ട്രിസിറ്റി ബോർഡിലാണ്, തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. അതിനുവേണ്ടി തമിഴ്നാട്ടിൽ വന്ന് സെറ്റിലായി. തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ ജീവിച്ചിട്ട് ലാസ്റ്റ് പൊള്ളാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ വന്ന് വീടെല്ലാം വെച്ച് അവിടെ ഞങ്ങൾ ജീവിക്കുമായിരുന്നു. പപ്പയുടെ റിട്ടയർമെന്റ് ശേഷം പപ്പ പറഞ്ഞ് കേരളത്തിൽ കുറച്ചെങ്കിലും സ്ഥലം വാങ്ങിച്ച് കേരളത്തിലോട്ട് മാറണമെന്ന്. അപ്പൊ പക്ഷെ ഞങ്ങൾക്ക് മലയാളം അങ്ങനൊന്നും വലുതായിട്ട് അറിയത്തില്ല. അതിനാൽ ബോർഡർ ആണെങ്കിൽ മലയാളം തമിഴ് പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് പൊള്ളാച്ചിയുടെ അടുത്ത് തന്നെ ഒരു 25 കിലോമീറ്റർ അടുത്ത് തന്നെ ഇവിടെ തന്നെ ഒരു സ്ഥലം വാങ്ങിച്ചു, ഒരു വീട് വാങ്ങിച്ചാദ്യം. പിന്നെ അങ്ങനെ സ്ഥലങ്ങൾ കുറച്ച് വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവരിന് ശേഷം ഞങ്ങളും ഇങ്ങനെ എല്ലാവരും ഇവിടെ തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ കുറച്ച് അങ്ങനെ ഞങ്ങളുടെ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഞങ്ങൾക്ക് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് തൊട്ട് പപ്പയും മമ്മിയാണ് ഇതെല്ലാം നോക്കിയിട്ടിരിക്കുമായിരുന്നു. ഞങ്ങളെല്ലാം ഇടയ്ക്ക് വരും, നോക്കിയിട്ട് പോകും. അങ്ങനെ ആയിരുന്നു. ഭർത്താവ് വെളിയിലായിരുന്നു. അപ്പൊ ഞാനും ഒരു പ്രോജക്റ്റിൽ ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം അങ്ങനെ പോയിരുന്നു. മക്കൾ അവിടെ പൊള്ളാച്ചി പഠിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2015 പെട്ടെന്ന് നോക്കിയാൽ എനിക്ക് കുറച്ച് അസൗകര്യങ്ങൾ വന്നു. എന്തുവാന്ന് നോക്കിയപ്പോൾ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ക്യാൻസർ വന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ശരി, അടുത്ത ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ വെല്ലൂർ CMCയിലായിരുന്നു. ഒരു 1 ഇയറിന്റെ അടുത്ത് അവിടെ ട്രീറ്റ്മെന്റിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നോർമലായ ശേഷം ഞാനും ജോലിക്ക് പോകാൻ തുടങ്ങി. അച്ഛനും അങ്ങനെ വെളിയിലായിരുന്നു. അപ്പോൾ ആ സമയത്തിന് ശേഷമാ എന്താ ഇങ്ങനെ ക്യാൻസർ വരാൻ രീതി, എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന ഫുഡിലാണോ അങ്ങനെ ഒരു അന്വേഷണം തുടങ്ങിയതാണ്. അന്വേഷണം തുടങ്ങിയിട്ട് ശരി, നമ്മുടെ കൃഷി സ്ഥലമുണ്ട്, അപ്പോൾ ഓർഗാനിക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ അന്വേഷണമായിരുന്നു. അപ്പോൾ ജോലിയിരുന്നാൽ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. പെട്ടെന്ന് കൊറോണ സമയം തന്നെ എൻ്റെ അവിടെ ഞാൻ ചെയ്തിരുന്ന പ്രോജക്റ്റും ക്ലോസ് ചെയ്യേണ്ടി വന്ന്. അപ്പോൾ വീട്ടിലായിരുന്നു. അച്ചായനും ആ സമയം വെളിയിൽ നിന്ന് വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാമെന്ന് അങ്ങനെ ആലോചിച്ചിട്ടിരിക്കുമ്പോൾ ഒരു 4 വർഷത്തിന് മുമ്പിൽ പെട്ടെന്ന് അച്ചായൻ ശരി കൃഷിയിൽ പശുക്കൾ വളർത്താമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ചെറുതായിട്ടൊരു ഫാം തുടങ്ങി. അതിനുശേഷം വന്നിട്ടും പോയിട്ട് അങ്ങനെ ഞങ്ങൾ ഫാം ചെയ്തിട്ടുണ്ട്. പക്ഷേ പശുക്കളായിരിക്കുമ്പോൾ നമ്മൾ വന്നിട്ട് പോയി ഡെയിലി 25 കിലോമീറ്റർ 50 കിലോമീറ്റർ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത് ഇവിടെ തന്നെ നമ്മുടെ ഒരു കൃഷിയിലുള്ള വീട്ടിൽ തന്നെ നമ്മൾ താമസിച്ചിട്ട് ഫാമിങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് 3 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി ഇവിടെ വന്നിട്ട് നോക്കിയാൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാ ഇങ്ങനെ ഇവിടെ കൃഷിയിൽ ചെയ്താലും വലിയ വരുമാനം അങ്ങനൊന്നും നമുക്ക് വരാനുള്ള സാധ്യതകൾ കുറവായിരുന്നു. കൃഷി കൊണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ഓർഗാനിക്കാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഈ കൃഷിയിൽ ചെയ്തിരിക്കുമ്പോൾ മാങ്ങയാണ് ഞങ്ങൾക്ക് നിറച്ചുള്ളത്. അപ്പോൾ ഈ മാങ്ങ ഞങ്ങൾ വീട്ടിനാവശ്യം കുറച്ച് അറിഞ്ഞവർക്കെല്ലാം കൊടുക്കും, സെയിലെല്ലാം ചെയ്യുമായിരുന്നു. ബാക്കി വരുന്ന എന്ത് ചെയ്യണമെന്ന് അറിയാതെ 2 വർഷം മുമ്പ് ഞങ്ങളൊരു വ്യാപാരി വിളിച്ച് കുറച്ച് കൊടുത്ത്. അപ്പോൾ അങ്ങേര് പച്ചയായിരിക്കും പറിച്ച്. ഞാൻ ചോദിച്ചു അച്ചാറിനാണോ? പറഞ്ഞ് അച്ചാറിനൊന്നുമില്ല, ഇത് നാളെ മരുന്നടിച്ച് ഇത് നാളെ ഞങ്ങൾ കയറ്റി വിടും, ഇത് നാളെ യെല്ലോ കളർ ആകും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു വലിയ വിഷമമായിരുന്നു. നമ്മളെ ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ട് വന്നപ്പോൾ ഇത് കേട്ടപ്പോൾ നമുക്ക് ഒരുമാതിരി സങ്കടമായി. അതിനാൽ വേണ്ടാന്ന്, ഇനി കൃഷിയിലുള്ള സാധനം നമ്മൾ കൊടുക്കുന്നില്ല, നമ്മളായിട്ട് നേരിട്ട് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. പക്ഷെ നമുക്ക് നിറച്ച് സാധനങ്ങളുള്ളപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുമ്പോൾ പാലക്കാട്ടിൽ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട്, ഗവൺമെന്റ് പോളിയിലുണ്ടെന്ന് അറിഞ്ഞ്. അപ്പോൾ ആ കോഴ്സിന്, അത് കൊറോണയ്ക്ക് മുമ്പിൽ നിന്ന കോഴ്സായിരുന്നു. എൻ്റെ ഒരു ആവശ്യം എന്താ ദൈവത്തിന്റെ ഹിതമാണ്, പെട്ടെന്ന് ആ കോഴ്സ് തുടങ്ങി. ആ ഒരു കോഴ്സ് ഒരു പ്രാവശ്യം നടന്നിട്ടുള്ളതിന് ശേഷം നടന്നിട്ടില്ല. അപ്പോൾ ആ കോഴ്സിൽ പോയി ഞാൻ ജോയിൻ ചെയ്ത്, ഞാൻ എൻ്റെ നാത്തൂന് ഇവിടെ ഉണ്ട്, അവരും പോയി ജോയിൻ ചെയ്ത് ഞങ്ങൾ ആ കോഴ്സിൽ സ്ക്വാഷ്, അച്ചാർ, ജാം ഇങ്ങനെ പലതും ഉണ്ടാക്കാൻ പഠിച്ച്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ബാക്കി എല്ലാ സാധനങ്ങളും ആൾ ടൈം കിട്ടത്തില്ല. എനിക്ക് നിറച്ച് ചെമ്പരത്തി ഉണ്ട്, അവ എപ്പോഴും കിട്ടും. 12 months നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അതിനാൽ നമ്മൾ അതിൽ എല്ലാത്തിലും സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട്. സ്പെഷ്യൽ ചെമ്പരത്തിയിൽ സ്ക്വാഷ് ഉണ്ടാക്കി. ചെമ്പരത്തി എത്ര ബെനിഫിറ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അത്രയും ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ അടുത്ത് ഉള്ള സാധനങ്ങൾ നമ്മുടെ എന്തെല്ലാം ഉണ്ടാകും അതെല്ലാം നമ്മൾ സ്ക്വാഷായിട്ടും ജാമായിട്ടും അച്ചാറായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിറച്ചുണ്ട് നമുക്ക്. ഇപ്പോൾ ചീരകൾ, മുരിങ്ങച്ചീര അങ്ങനെ നിറച്ചുണ്ട്. അപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ ചായ അതുപോലെല്ലാം നിറച്ചുണ്ടാക്കണം പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കിയാൽ മഞ്ഞളുണ്ട്, നമ്മുടെ പച്ച മഞ്ഞൾ, അതിലും മാൾട്ട് പോലെ അങ്ങനെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. മെയിനായിട്ട് സ്ക്വാഷ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തിട്ടിരിക്കുക ഇപ്പോൾ എൻ്റെ ഒരു സ്ഥിരം ഉള്ള ഒരു ജോലി എന്നും പറയാം. എൻ്റെ ഇഷ്ടമുള്ള സാധനം. എനിക്ക് പാചകം, അടുക്കള അങ്ങനെയുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. എത്ര ചെയ്താലും മടിയില്ലാതെ ഒരു ജോലിയാണ്. ഞാനത് നിറച്ച് ചെയ്യും. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ വന്ന് സ്ക്വാഷെല്ലാം ചെറിയ ലെവലിൽ ചെയ്ത് നമുക്ക് അറിഞ്ഞവർക്ക് അങ്ങനെ ഫ്രണ്ട്സ് സർക്കിൾ അങ്ങനെ കൊടുത്തിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ നല്ല സാധനം ഉണ്ടാക്കുമ്പോൾ അത് എല്ലാവരുടെ അടുത്തും എത്തിപ്പിക്കണം. അങ്ങനെ ഉണ്ടാക്കിയാലേ അത് കാര്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നെക്സ്റ്റ് ഒന്ന് ബ്രാൻഡിന് വേണ്ടി ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത്
ലോകത്തുള്ള എല്ലാവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അടുത്തടുത്ത് ഓരോരോ സെഗ്മെന്റ് ചെയ്തിട്ടിരിക്കുവാണ്, ചെറുതായിട്ട് പ്ലാൻ ചെയ്യുവാണ്.